Good morning students, welcome back to my video class 5-50. ഇവിടെ മിഡിൽ എന്താണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. എങ്ങനെയാണ് മിഡിൽ കാണാം? മിഡിൽ നമുക്ക് ഇതിനെ 3 ടേംസ് ആക്കി ചേർക്കാം. എ ബി സി എന്നുള്ള ഒരു സീക്വൻസ് ആണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എൻ്റെയും സിൻ്റെ മിഡിലാണ് ബി, അതായത് ഇവിടെ ബി കാണാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് എളുപ്പത്തിൽ കാണാം. 10ഉം 5ഉം 15ഉം കൂടെ ആഡ് ചെയ്താൽ 20 ആണ്. 20ൻ്റെ ഹാഫാണ് 10. അപ്പോൾ ഇവിടെ മിഡിൽ ടേം കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ യൂസ് ചെയ്തത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. അതായത് ഫസ്റ്റ് ടേം എയും തേർഡ് ടേം സിയും ആണെങ്കിൽ മിഡിൽ ടേം കാണാൻ, സെക്കൻഡ് ടേം കാണാൻ ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? മിഡിൽ ടേം കിട്ടും. അപ്പോൾ മിഡിൽ ടേം കിട്ടാനുള്ള ഇക്വേഷനാണ് മിഡിൽ ടേം അല്ലെങ്കിൽ സെക്കൻഡ് ടേം. അത് മിഡിൽ ടേം എന്ന് പറയും. 2 ടേംസിൻ്റെ മിഡിൽ ടേം കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്തിട്ട് 2 എടുത്താൽ മതി. അപ്പോൾ എക്സാമ്പിൾ 3/21. അപ്പോൾ മിഡിൽ ടേം ഏതായിരിക്കും? എന്നാൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ മിഡിൽ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേം കാണാൻ ഫസ്റ്റ് ടേമിനോട് തേർഡ് ടേം ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ 24/2. അപ്പോൾ എന്തായിരിക്കും? 12 ആയിരിക്കും വരിക. അപ്പോൾ 12 മിഡിൽ ടേം. അപ്പോൾ മിഡിൽ ടേമാണ്. അപ്പോൾ ഇവിടെ 9 ആണ്. 9 കോമൺ ഡിഫറൻസിൽ വന്നു. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ് 2 ടേംസ് തന്ന് മിഡിൽ ടേം കാണാൻ പറഞ്ഞാൽ, ആ 2 ടേമിൻ്റെ മിഡിൽ ടേം കാണാൻ പറഞ്ഞാൽ ടേമുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ടേമായ സെക്കൻഡ് ടേം കാണാൻ ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ എക്സാമ്പിൾ 7-25. അങ്ങനെയാണെങ്കിൽ 25 ആണെങ്കിൽ മിഡിൽ ടേം എന്തായിരിക്കും? മിഡിൽ ടേം ബി ഈസ് ഈക്വൽ ടു 7 + 25/2. 7 25 കൂടെ ആഡ് ചെയ്താൽ 32 ആണ്. 32/2 16. അപ്പോൾ മിഡിൽ ടേം എന്തായിരിക്കും വരിക? 16. അപ്പം കോമൺ ഡിഫറൻസ് ഇവിടെയും 9 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഏതൊരു സീക്വൻസിൻ്റെയും 2 ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നാൽ മിഡിൽ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? a + c/2. അപ്പോൾ ആ ഇക്വേഷൻ എഴുതി പഠിക്കാം. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. 24-42. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ മിഡിൽ ടേം ഒന്നല്ല, 2 ടേം ഉണ്ട് നടുവിൽ. അപ്പോൾ ആ 24നും 42നും ഇടയിൽ 2 മിസ്സിംഗ് ടേംസ് ഉണ്ട്. ആ ടേംസ് കാണാൻ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു രീതി നമുക്ക് x1 അറിയാം 24, ഇത് x2 ആണ്, x3 ആണ്. അപ്പോൾ x4ഉം അറിയാം 42. നമുക്കറിയാം x4നെ എങ്ങനെ എഴുതാം? x1 + 3d ആണ്. 3d ആണ്. പക്ഷെ x1 നമുക്കറിയാം 24 ആണ്. അപ്പം 24 + 3d 42 ആണ്. അപ്പം 3d എന്തായിരിക്കും? 42 + 24 അങ്ങോട്ട് ഉണ്ടായാൽ -24. അപ്പോൾ d എന്തായിരിക്കും? 42ന് 24 മൈനസ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 42ന് 24 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 18 വരും /3. അപ്പോൾ എത്ര വരിക? കോമൺ ഡിഫറൻസ് 6 ആണ് വരിക. അപ്പോൾ നമുക്ക് 6 ആഡ് ചെയ്ത് പോകാം. d ആണ് കിട്ടിയത്. അപ്പോൾ 6 ആഡ് ചെയ്താൽ 30, 36, 42. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ടേം ഇതിൻ്റെ പൊസിഷൻസ്, സ്ഥാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ഇത് എത്രാമത്തെയാണ്? ഫസ്റ്റ് ടേമാണ്. ഇത് 4th ടേമാണ്. എന്നിട്ട് ഫസ്റ്റ് ടേം 4th ടേമിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് എത്ര കോമൺ ഡിഫറൻസ് ആണ് ഇതിലേക്ക് വരുന്നത്? ഇവിടെ 3d ആണുള്ളത്.
3 കോമൺ ഡിഫറൻസ് ആണ് ഉള്ളത്. കാരണം ഫസ്റ്റ് ടേമിന് മൂന്നാമത്തെ സ്ഥാനത്താണ് തന്നത്. അപ്പോൾ 3 കോമൺ ഡിഫറൻസ് ആണെങ്കിൽ നേരിട്ട് 42 മൈനസ് 24 ചെയ്തിട്ട് ഡി കണ്ടുപിടിച്ചാൽ മതി. 42 മൈനസ് 24/3 ചെയ്താൽ അപ്പം എന്ത് കിട്ടും? 6 കിട്ടും. അതിനേക്കാൾ എളുപ്പമാർഗം നിങ്ങൾക്ക് ആലോചിക്കാൻ നല്ലത് എത്ര ഡാഷ് ആണോ, ഇവിടെ 2 ഫില്ലിത ബ്ലാങ്ക്സ് ആണെങ്കിൽ നമുക്ക് എത്ര കോമൺ ഡിഫറൻസ് അവിടെ ഉണ്ടായിരിക്കും എന്നർത്ഥം 3 ആണ്. അപ്പം ഇതിൻ്റെ ഡിഫറൻസിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 3 ഡാഷ് ആക്കാം. ഇതിൻ്റെ ബിറ്റ്വീന് 3 ഡാഷ് ആക്കാം. അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ് ഉണ്ടാവും ഇവിടെ? ഇങ്ങനെ ചെയ്യാം. ഇപ്പം ചെയ്ത് അതേമാതിരി ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ 24 3 ഡാഷ് ആണെങ്കിൽ ഡി കാണാൻ ഡിഫറൻസ് കണ്ടിട്ട് അതിൻ്റെ സ്ഥാനങ്ങൾ യഥാർത്ഥ ഇപ്പോൾ ഇവിടെ എത്രയാണ്? 1 3 അല്ലേ? അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 ആണ് വരിക. അപ്പോൾ 4 ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 18/4. 18/4 എന്ന് പറഞ്ഞാൽ 18/4 എന്ന് പറഞ്ഞാൽ 19/2. 9/2 വരും. അങ്ങനെയാണ് വരിക. എത്രയാണ്? 3 കോമൺ ഡിഫറൻസ് ആയതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9/2 എന്ന് പറഞ്ഞാൽ 4.5 ആഡ് ചെയ്യാം. 4.5 ആഡ് ചെയ്യുമ്പോൾ 28.5. 28.45 4 ആഡ് ചെയ്യുമ്പോൾ 32.4 അല്ല 33 വരും. 33 4.5 37.5. അതിനോട് 4.5 ആഡ് ചെയ്യുമ്പോൾ 42. അങ്ങനെ ചെയ്യാം. അത് 4 ഡാഷ് ആണെങ്കിലോ 4 ഇപ്പം 3 ഡാഷ് ആകുമ്പോൾ അങ്ങനെ. ഇപ്പം 24 ആണെങ്കിൽ 42 ആണെങ്കിൽ ഈസി മെത്തേഡാണ്. ഡി കാണാം. ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. 42 24 മൈനസ് ചെയ്തിട്ട് 1 2 3 4. 4 ആണെങ്കിൽ എത്രയാണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 ആകുമ്പോൾ 18/5. അപ്പോൾ 18/5 ആകുമ്പോൾ 3.6 എന്നിട്ട് 3.66 മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോകാം. അങ്ങനെയാണ് നമുക്ക് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമും nth ടേമും തന്നാൽ ഡി കാണാനുള്ള ഇക്വേഷനാണ് xn മൈനസ് x1/n-1. ഡി കാണാനുള്ള ഇക്വേഷൻ തന്ന ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതൊരു x1ഉം ഇതൊരു x4ഉമാണ്. അപ്പോൾ x4ഉം ആണെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ എന്താ വരിക? തന്ന ടേമുകൾ തമ്മിൽ xn എന്ന് പറഞ്ഞാൽ തന്ന ടേം x4. അപ്പോൾ ഡി കാണാൻ x4 മൈനസ് ഫസ്റ്റ് ടേം x1/n-1. 4/-1. അപ്പോൾ എത്ര വരിക? 42 മൈനസ് 24/3. അതെങ്കിലേ പറഞ്ഞ നേരത്തെ 2 ഡാഷ് ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇക്വേഷനായിട്ട് പഠിക്കുക, ജനറലായിട്ട് പഠിക്കുക. ഡി കാണാനുള്ള ഇക്വേഷനാണ് xn മൈനസ് x1/n-1. അപ്പം n-1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനങ്ങൾ പൊസിഷൻസ് തമ്മിൽ മൈനസ് ചെയ്യുക. പൊസിഷൻ തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഡി കിട്ടും. അപ്പോൾ ഡി കിട്ടാൻ എന്താ? കോമൺ ഡിഫറൻസ് കിട്ടാൻ തന്ന പദങ്ങൾ തമ്മിൽ കുറയ്ക്കുക. ടേംസ് തമ്മിൽ കുറച്ചിട്ട് അതിൻ്റെ പൊസിഷൻസ് തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ 4ഉം 1ഉം ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്യും. 5----35 4 ഡാഷ് ആണ്. ഇപ്പോൾ 4 ഡാഷ് ആണെങ്കിൽ അല്ലെങ്കിൽ 5 ഡാഷ് എടുക്കാം. 5---35. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇതിൽ ഡി കാണും. അപ്പോൾ ഡി കാണാൻ നിങ്ങൾക്ക് ഒരു രീതി x1 ഇത് x1 x2 x3 x4 x5 x6 x7 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 2 ടേമുകൾ തന്നാൽ ഡി കാണാനുള്ള ഇക്വേഷനാണ് xn മൈനസ് ഫസ്റ്റ് ടേം തരും n-1. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ x7ഉം x1/7 മൈനസ് സ്ഥാനം തമ്മിൽ മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ 35 മൈനസ് 5/7 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 6 ആണ്. 30/6 എന്ന് പറഞ്ഞാൽ 5 ആണ്. 30/6 7 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 5 ആഡ് ചെയ്താൽ 10 15 20 25 30. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സീക്വൻസ് ഫോം ചെയ്യും. അപ്പോൾ സീക്വൻസിൽ ഫസ്റ്റ് ടേമും ഏതെങ്കിലും ടേമും nth ടേമും തന്നിട്ടുണ്ടെങ്കിൽ ഡി കാണാനുള്ള ഇക്വേഷനാണ്
ടേം തമ്മിൽ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻസ് n-1 അങ്ങനെ ചെയ്യും. നമുക്ക് നേരത്തെ എക്സാമ്പിൾ ഫസ്റ്റ് സെക്കൻഡും തേർഡ് ടേമും തന്നു, സെവൻത്ത് ടേമും തന്നു. സെക്കൻഡ് അതായത് ഡാഷ് ഡാഷ് തേർഡ് ടേം തന്നിട്ടുണ്ട്, ഫോർത്ത് ഫിഫ്ത്ത് എന്നറിയില്ല, സെവൻത്ത് ടേം തന്നിട്ടുണ്ട്. ഇങ്ങനെ തരുമ്പോൾ നേരത്തെ ഫസ്റ്റ് ടേം തന്നിരുന്നു, ഇവിടെ ഇപ്പം ഫസ്റ്റ് ടേം തന്നിട്ടില്ല. ഫസ്റ്റ് ടേം തന്നിട്ടില്ലെങ്കിൽ ഈ ടേംസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതേമാതിരി ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സ് എന്ന് വിചാരിക്കാം, ഇത് എക്സ് എന്ന് വിചാരിക്കാം. അപ്പം എക്സ് എൻ മൈനസ് എക്സ് എം അല്ലെങ്കിൽ എക്സ് എം മൈനസ് എക്സ് എം, ഇത് എന്നും ഇത് എമ്മും ആണെന്ന് വിചാരിക്കാം. രണ്ട് ടേമാണ് എക്സ് എം മൈനസ് എക്സ് എൻ ബൈ എം മൈനസ് എൻ. ഇക്വേഷൻ ഇങ്ങനെ മാറ്റിയാൽ മതി. അപ്പോൾ അടുത്ത ഇക്വേഷനാണ് ഡി കാണാനുള്ള ഇക്വേഷനാണ് എക്സ് എം മൈനസ് എക്സ് എൻ ബൈ m-1. നേരത്തെ ഫസ്റ്റ് ടേം തന്നപ്പോൾ ഇവിടെ തന്നിട്ടില്ല, ഫസ്റ്റ് ടേം തന്നിട്ടില്ല. ഇനി 2 ടേം തരികയാണെങ്കിൽ ആ 2 ടേംസ് തമ്മിൽ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻസ് തമ്മിൽ എമ്മും എന്നും തമ്മിലും. ഇപ്പം അതായത് ഇവിടെ ഡി കാണാൻ x7 ആണ് തന്നത്, x7ഉം x3യും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് സെവൻത്ത് ടേമാണ്, തേർഡ് ടേമാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനങ്ങൾ തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് 35 മൈനസ് 15 ബൈ 7 മൈനസ് 3 4 ആണ്. 35 15 മൈനസ് ചെയ്ത് എത്ര വരും, 20/4 ആണ്. 20/4 ആണ് 5. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആണ്. അപ്പോൾ 5 ആയതുകൊണ്ട് 5 എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. 5 ആഡ് ചെയ്താൽ 20, 5 ആഡ് ചെയ്താൽ 25, വീണ്ടും 5 ആഡ് ചെയ്താൽ 30. ഫ്രണ്ടിലേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ മതി, കോമൺ ഡിഫറൻസ് കുറച്ച് വന്നാൽ മതി. 15 5 മൈനസ് ചെയ്താൽ 10, 10 5 മൈനസ് ചെയ്താൽ 5. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും 2 ടേംസുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, 2 ടേംസ് തന്നാൽ ഡി കാണാൻ എന്ത് ചെയ്താൽ മതി, ആ ടേംസ് തമ്മിൽ മൈനസ് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ തമ്മിൽ, അതായത് അത് ഏത് സ്ഥാനത്താണ്, എത്രാമത്തെ ടേമുകളാണ്, ആ ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് കാണാം. ഫസ്റ്റ് പഠിച്ചത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. പിന്നെ പറഞ്ഞു nth ടേമിൽ നിന്ന് n-1th ടേം മൈനസ് ചെയ്യാം. പിന്നെ എക്സ് എൻ തന്നിട്ടുണ്ട് an+b എങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും, കോമൺ ഡിഫറൻസ് എന്തായിരിക്കും, a ആയിരിക്കും, എന്നിൻ്റെ കോഷ്യൻ്റ് ആയിരിക്കും. പിന്നെ ഡി കാണാനുള്ള ഇക്വേഷനാണ് ഫസ്റ്റ് ടേമും nth ടേമും തന്നാൽ കോമൺ ഡിഫറൻസ് കാണാൻ. പിന്നെ പഠിച്ചതാണ് ഏതെങ്കിലും 2 ടേം തന്നാൽ ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനങ്ങൾ തമ്മിൽ മൈനസ് ചെയ്താലും ഡി കിട്ടും. ഇതുവരെ പഠിച്ചതിൽ കോമൺ ഡിഫറൻസ്. ഇനി ഒരു ഡിയും കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ നോട്ടാക്കി വെക്കുക, പഠിക്കുക. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാൻ സീക്വൻസ് ആണെന്ന് ചെന്നാൽ സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും 2 ടേമുകൾ നിയറസ്റ്റ് ആയിട്ടുള്ള ടേമുകൾ സക്സീഡിങ് ടേമിൽ നിന്ന് പ്രസീഡിങ് ടേമിൽ മൈനസ് ചെയ്താൽ മതി. എല്ലാ ജനറൽ ടേം ആണ് തന്നെ വെച്ചാൽ എന്നിൻ്റെ കോവിഷന് നോക്കി എഴുതിയാൽ മതി. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം ഏതെങ്കിലും ഒരു nth ടേമും തന്നിട്ടുണ്ടെങ്കിൽ ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്യാം. ആ ടേമിന് n-1 അതിൻ്റെ സ്ഥാനങ്ങൾ തമ്മിൽ മൈനസ് ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 ടേംസ് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻസ് m-n ചെയ്യാം. അങ്ങനെ ഏത് രീതിയിലും കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് ഇതിൽ സീക്വൻസ് ആണ് ക്വസ്റ്റ്യനിൽ തരിക, ഇതും സീക്വൻസ് ആണ് തരിക. ഇത് nth ടേം ആണ് തരിക, ഇത് 2 ഫസ്റ്റ് ടേം ഏതെങ്കിലും nth ടേം ആണ് തരിക. ഇതിലോ 2 അൺനോൺ ടേംസ് ഏതെങ്കിലും സ്ഥാനത്തുള്ള 10ാമത്തെയും 30ാമത്തെയും ടേം ആണെങ്കിൽ ആ 10ഉം 30ഉം ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതും വെച്ചിട്ടൊന്ന് പഠിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻസ് ആണ്. പേജ് നമ്പർ 21 കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫസ്റ്റ് ഒന്നാമത്തെ 24, 42 എക്സെട്ര. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡാഷ് 24, 42 അങ്ങനെ വരും. തേർഡ് ക്വസ്റ്റ്യൻ ഡാഷ് ഇങ്ങോട്ട് വരിക. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ 24 ഡാഷ് 42. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 24 ഡാഷ്
42 fill in the blanks. പിന്നെ ലാസ്റ്റ് 6th question 24-42. ഇങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. നമുക്ക് അറിയാം ഡി കണ്ടുപിടിച്ചാൽ മതി. ഡി എത്ര വരിക? ഇവിടെ ഡി കാണാം 42 24 മൈനസ് ചെയ്ത്. അപ്പോൾ 24 മൈനസ് ചെയ്ത് എത്രയാണ്? 18. അപ്പോൾ 18 ആഡ് ചെയ്ത് എഴുതാം. 18 ആഡ് ചെയ്ത് എത്ര വരിക? 42 18 ആഡ് ചെയ്താൽ 60. 16 18 ആഡ് ചെയ്താൽ 40. ഇനി ഇതിൽ തിരിച്ച് 18 ആണ്. അപ്പം ഇങ്ങോട്ടാണെങ്കിൽ 18 ആഡ് ചെയ്യുക. ഇതിൻ്റെ ബാക്ക് സൈഡ് 24ൻ്റെ ഫസ്റ്റ് ടേം കാണാനാണെങ്കിൽ 18 മൈനസ് ചെയ്യും. 18 മൈനസ് ചെയ്താൽ 6. ഫ്രണ്ടിലേക്ക് പോകും തോറും കോമൺ ഡിഫറൻസ് കൂടി വരിക. അപ്പോൾ ആഡ് ചെയ്ത് പോവാം. ഇങ്ങോട്ടും ബാക്കിലേക്കാണെങ്കിൽ ഫോർവേഡ് ആണെങ്കിൽ ബാക്ക്വേഡ് ആണെങ്കിൽ മൈനസ് ചെയ്യുക, ഫോർവേഡ് ആണെങ്കിൽ ആഡ് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ ബാക്ക്വേഡ് ആണ്. അപ്പോൾ 18 തന്നെയാണ് കോമൺ ഡിഫറൻസ് 18. അപ്പോൾ 18 മൈനസ് ചെയ്ത് 6. വീണ്ടും 18 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? -12 ഉണ്ട്. എന്നാലും എന്താവുള്ളൂ? പ്ലസ് ഉണ്ട്. ഇനി ഇതിൽ കോമൺ ഡിഫറൻസ് മിഡിൽ ടേം കാണാൻ എന്താണ് മിഡിൽ ടേം കാണാൻ? 42 + 24/2. അപ്പോൾ എത്ര വരിക? 42 + 24 66. 66/2 33 ആണ് വരിക. 33. ഇനി നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കാണാം. 33 കോമൺ ഡിഫറൻസ് എത്ര വരിക? 33 മൈനസ് ചെയ്യുമ്പോൾ 33 24 മൈനസ് ചെയ്താൽ 9 ആണ്. അപ്പം 9 മൈനസ് ചെയ്താൽ 9 ആഡ് ചെയ്യുമ്പോൾ 42 വരും. 9 മൈനസ് ചെയ്താൽ 24 9 മൈനസ് ചെയ്താൽ എത്ര വരും? 15 അങ്ങനെ വരും. 15നോട് 9 ആഡ് ചെയ്യുമ്പോൾ 24, 9 വീണ്ടും ആഡ് ചെയ്യുമ്പോൾ 33, 33 9 ആഡ് ചെയ്യുമ്പോൾ 42. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാം. ഡി കാണാൻ എന്ത് ചെയ്യുക? 42 24 മൈനസ് ചെയ്ത് ഒരു ഡാഷ് ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ്. അപ്പം എന്ത് ചെയ്യും? നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കിട്ടും, 9 കിട്ടും. അപ്പം 9 മൈനസ് ചെയ്ത് ഇവിടെ അതുപോലെ മിഡിൽ ടേം കാണുമ്പോൾ എത്ര വരും? 33 വരും. അപ്പം 9 ആണ് കോമൺ ഡിഫറൻസ്, ആഡ് ചെയ്യാം. അപ്പം 9 ആഡ് ചെയ്യുമ്പോൾ 15. ഇവിടെ 2 ഡാഷ് ആണെങ്കിൽ എത്രയാണ് ഞാൻ പറഞ്ഞിരുന്നത്? 42 24 മൈനസ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ്. അപ്പോൾ 18/3 ആകുമ്പോൾ 6 ആണ്. 6 ആഡ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും അൺനോൺ ടേംസ് തേർഡ് ടേം. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ തേർഡ് ടേം തന്നിട്ടുണ്ട്. തേർഡ് ടേം 34ഉം സിക്സ്ത് ടേം 67. അപ്പോൾ നിങ്ങൾ പഠിച്ചതാണ്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ x3 34 ആണ്. സിക്സ്ത് ടേം ആണ് x6 ആണ് 67. അപ്പോൾ 2 ടേംസ് തരുമ്പോൾ ഡി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? xm മൈനസ് xn/m മൈനസ്. അപ്പോൾ ഇവിടെ തന്ന ടേം x6, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് x6 മൈനസ് x3 അതിൻ്റെ സ്ഥാനം 6 മൈനസ് 3. അപ്പോൾ x6 67 മൈനസ് 34 6 3 മൈനസ് ചെയ്താൽ 3 ആണ്. അപ്പം 67 33 മൈനസ് ചെയ്താൽ 30. 67 34 മൈനസ് ചെയ്താൽ 33 ആണ്. മൈനസ് ചെയ്താൽ 11. അപ്പോൾ കോമൺ ഡിഫറൻസ് 11 കിട്ടി. കോമൺ ഡിഫറൻസ് 11 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം കാണാം. ഒന്നില്ലെങ്കിൽ ഇതിൽ കൊടുക്കാം. x3യിൽ x1 + 2d = 34. അപ്പോൾ x1 ആണ് അറിയാത്തത്. അപ്പോൾ 34 മൈനസ് 2d ആണ്. x1 = 34 മൈനസ് 2 × 11. 2 × 11 22 ആണ്. 2 × 11 22. അപ്പോൾ 34ൽ 22 മൈനസ് ചെയ്യുമ്പോൾ 12 വരും. അപ്പോൾ ഫസ്റ്റ് ടേം 12 ആണ്. ആ 12നോട് 11 ആഡ് ചെയ്യുമ്പോൾ 23. തേർഡ് ടേം 34. 34 45. 45നോട് 11 ആഡ് ചെയ്യുമ്പോൾ 56. പിന്നെ 67 ഇങ്ങനെയാണ് വരും സീക്വൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 ടേംസിന് ഡി കണ്ടുപിടിച്ച് ഫസ്റ്റ് ടേം കാണാം. ഫസ്റ്റ് ടേം കണ്ട സീക്വൻസ് ചെയ്യാം. ഇനി നിങ്ങളോട് 12th ടേം കാണാം, അല്ലെങ്കിൽ 21st ടേം കാണാനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഏത് ക്വസ്റ്റ്യനും ചോദിക്കാം. ഇങ്ങനെ തന്നിട്ട് നമ്മളോട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം? ഡി കാണാൻ ചോദിക്കാം, ഫസ്റ്റ് ടേം ചോദിക്കാം, സീക്വൻസ് എഴുതാൻ പറയാം. സീക്വൻസ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ചെയ്ത മാതിരി 21st ടേമോ
nth ടേമോ എന്തെങ്കിലും ജനറൽ ടേം എഴുതാനോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ ഒന്ന് പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, 2 അൺനോൺ ടേമാണ് തരുന്നതെങ്കിൽ, 2 വ്യത്യസ്ത ടേമുകളാണ് തരുന്നതെങ്കിൽ ആ ടേമുകളുടെ ഉപയോഗിച്ച് ഡി കാണാൻ തന്ന ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനങ്ങൾ xm-xn by m-. ഇപ്പോൾ x6ഉം x3യും ആണ് തന്നത് വെച്ചാൽ 6 - 3 ചെയ്യാം. അല്ല ഇവിടുന്ന് ഇങ്ങോട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ 34 - 67 3 - 6 ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെയും ചെയ്യാം. അതായത് ഇത് എക്സമും ഇത് എക്സനും ആയിട്ട് എടുക്കാം. എടുത്ത് വെച്ചിട്ട് പ്രശ്നമില്ല. അപ്പോൾ അതിനനുസരിച്ച് മാറ്റി. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചെടുക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം കാണാൻ നേരെ ഇത് x3 തന്നത് 34 എങ്കിൽ x6 നേരെ എന്ത് ചെയ്യാം, x6 എന്ന് പറഞ്ഞാൽ എന്താ, x1 പ്ലസ് x3നോട് 3d ആഡ് ചെയ്താലാണ് 67 കിട്ടുന്നത്. അങ്ങനെ ചെയ്യാം. x3യും x6ഉം തന്നിട്ടുണ്ടെങ്കിൽ x3നോട് എത്ര d ആഡ് ചെയ്യുമ്പോൾ x6 കിട്ടുന്നത് 3d ആണ്. അപ്പോൾ x3 പ്ലസ് 3d ആണ് x6. അങ്ങനെയാണെങ്കിൽ 34 പ്ലസ് 3d 67 ആണ്. അപ്പോൾ 3d 67 മൈനസ് 34 ബൈ 3. d എന്ന് പറഞ്ഞാൽ ബൈ 3. 33 ബൈ 3 11. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏത് രീതിയിൽ ചെയ്താലും മതി. ഒന്നല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ x3 x6 എന്നാണെങ്കിൽ x3ന്ന് എത്ര കോമൺ ഡിഫറൻസ് ആണോ എന്നിട്ട് നോക്കാം. എന്നിട്ട് അത്രയും ഡി കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും മതി. തേർഡ് ടേം, 6th ടേം 76. എൻ്റെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നാൽ അപ്പോൾ തന്നെ x3 എന്നത് 43യും x6 എന്ന് പറഞ്ഞാൽ 76 എടുക്കും. 76 എടുത്തിട്ട് നിങ്ങൾക്കറിയാം ഒരു രീതി 3യിൽ നിന്ന് എത്ര ഡി ആണ്, x3നോട് 3d ആഡ് ചെയ്താലാണ് 76. അപ്പോൾ ഡി എന്താ, 76 മൈനസ് 43 പ്ലസ് 3d എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ ഡി എന്തായിരിക്കും, 76 മൈനസ് 43 ബൈ 33 ബൈ 3 11. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു, തന്ന ടേം തമ്മിൽ മൈനസ് ചെയ്ത്, ഇതാണ് ഈസി, സ്ഥാനം തമ്മിൽ കുറയ്ക്കാം. തന്ന ടേം എന്താ, x6ഉം x3 ആണ്. അപ്പോൾ 6 - 3 ചെയ്യാം. 6 - അപ്പോൾ 76 മൈനസ് 43 ബൈ 3 33 ബൈ 11 3. ഇനി നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഡി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേമിൽ കൊടുക്കുക, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കും. അപ്പോൾ ഏതാ, നിങ്ങൾക്ക് നല്ല x3യിലാണെങ്കിൽ x3യിൽ കൊടുക്കാം. x3 കൊടുക്കുമ്പോൾ എന്താ, x1 പ്ലസ് 2d 43 ആണ്. x1 പ്ലസ് 2 ഇൻറ്റു 11 3 ബൈ 11 ആണ് വരുന്നത്. 76 മൈനസ് 43 ബൈ 3 എന്ന് പറഞ്ഞാൽ 33 ബൈ 3 11 ആണ് വരിക. x1 പ്ലസ് 2d 43. അപ്പോൾ x1 എന്തായിരിക്കും, 43 മൈനസ് 22 11 21. ഇനി ഫസ്റ്റ് ടേം കിട്ടിയ സീക്വൻസ് 21 32 43 etc. അങ്ങനെ സീക്വൻസ് ചെയ്ത്. അപ്പോൾ ഇതേമാതിരി ആ ടെക്സ്റ്റ് ബുക്കിൽ ബാക്കി 3 ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് ചെയ്യുക. 2 അൺനോൺ ടേം ആണെങ്കിൽ ടേംസ് തമ്മിൽ മൈനസ് ചെയ്യുക, ഇതിൻ്റെ സ്ഥാനം തമ്മിൽ മൈനസ് ചെയ്യുക, ഡി കണ്ടുപിടിക്കുക. ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്ന ഏതെങ്കിലും ഉണ്ടെടുക്കുക, x3 x6 എടുക്കുക. x3 ആണ് എടുത്തത്. അപ്പോൾ x3 ആണെങ്കിൽ x1 പ്ലസ് 2d, എന്നിട്ട് ആ x1 പ്ലസ് 2d 43 ആണെന്ന് എടുത്തുകൊണ്ട് അതിന് നമ്മൾ x1 കാണാം. x1 കണ്ടിട്ട് സീക്വൻസ് ചെയ്യും. അതാണ് ഈസി മെത്തേഡ്. ആ രീതിയിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് വേറൊരു ഇക്വേഷനാണ്. ഏതാണ്, നമ്മൾ xn കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിരുന്നു. dn പ്ലസ് x1 മൈനസ് d എന്ന് ഉപയോഗിച്ച് പഠിച്ചു. അതിൽ നമ്പർ ഓഫ് ടേംസ് കാണാനാണെങ്കിൽ ഇനി നമുക്ക് നമ്പർ ഓഫ് ടേംസ് കാണാം. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കാണാൻ പറയുമ്പോൾ
ഇതൊന്ന് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനായ x1 = x1 + n-1 ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കാണാൻ n ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഈ ടേം അവിടെ വെച്ചു, n-1 × d അവിടെ വെച്ചു. എന്നിട്ട് xn + x1 ഇങ്ങോട്ട് കൊണ്ടുവന്നു, -x1 എഴുതി. xn x1 മൈനസ്, അപ്പോൾ d എന്തായിരിക്കും, xn x1 മൈനസ് ചെയ്തിട്ട് ഇൻറ്റു തുടങ്ങിയിട്ട് വരുമ്പോൾ എന്താ n-1. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിരുന്നു നമ്മൾ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഞാൻ എന്താ ഉദ്ദേശിച്ചത്, ഈ ഡി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്, ഇപ്പോൾ പഠിച്ചതല്ലേ. ഞാൻ ഡി അല്ല കാണുന്നത്, n-1 എന്ന് കാണും. അപ്പോൾ എന്തായിരിക്കും, xn - x1 ഇൻറ്റു ഡി എന്നുള്ളത് d ആണ്. പക്ഷെ നമ്പർ ഓഫ് ടേംസ് അല്ലേ കാണുന്നത്. അപ്പോൾ n കാണാൻ xn - x1 d -1 അങ്ങോട്ട് ഉണ്ടായാൽ +1 ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്പർ ഓഫ് ടേംസ്, അപ്പോൾ പുതിയൊരു ഇക്വേഷനാണ്. നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷനാണ് xn - x1 d +1. അതായത് നിങ്ങൾക്ക് തന്ന ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്ത് അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ x1 ആവണമെന്നില്ല, ഇവിടെ വേണമെങ്കിൽ xm-ഉം xn-ഉം ആവാം. അങ്ങനെയായാലും രണ്ട് ടേമുകൾ തന്നാലും നമ്പർ ഓഫ് ടേംസ് കാണാൻ ആ ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നമ്പർ ഓഫ് ടേംസ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ടേംസ് കാണാൻ ഇക്വേഷനാണ് xn - x1 d +1, x1 d +1. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. നമ്പർ ഓഫ് ടേംസ് ചോദിക്കും. ഒരു സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്, നമുക്ക് കയ്യിൽ എത്ര ടേംസാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അത് കാണാനുള്ള ഇക്വേഷനാണ്. നമ്പർ ഓഫ് ടേംസ് കാണാൻ n = xn - x1 d +1. ഇത് പഠിച്ചു നോക്കുക. പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ പഠിച്ചു ഇക്വേഷൻസ്, nth ടേം കാണാനുള്ള ഇക്വേഷനാണ് dn + x1 - d. അടുത്ത ഇക്വേഷനാണ് എന്ത്, xn = x1 + n-1 × d. അതിൽ നിന്ന് d കാണാൻ ഇങ്ങനെ കണ്ടുപിടിച്ചു. d കാണാനുള്ള ഇക്വേഷനാണ് എന്ത്, xn - x1 n-1. അതിൽ തന്നെ നമുക്ക് n-1 ആണ് കാണുന്നത്. ആ ഇക്വേഷൻ തന്നെ ഉണ്ടാക്കിയതാണ് നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ്, xn - x1 d +1. അങ്ങനെ നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കുക എന്നതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ. നമ്പർ ഓഫ് ടേംസ് ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യനിൽ ടേം ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈസ് 43 എ ടേം ഓഫ് ദി സീക്വൻസ് എന്ന് ചോദിക്കുക. ഇതൊരു എക്സാമ്പിൾ, അതൊരു ടേം ആണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നമ്പർ ഓഫ് ടേംസ് ചോദിക്കുമ്പോൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് n കണ്ടുപിടിക്കുക. n കറക്റ്റായിട്ട് ഫ്രാക്ഷനായിട്ട് കിട്ടുന്നില്ല, കറക്റ്റ് നമുക്ക് ഇൻറ്റിജറാണ് കിട്ടുന്നതെങ്കിൽ, നമുക്ക് ഇൻറ്റിജറല്ല വോൾ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ടേമാണ്. എല്ലാ വോൾ നമ്പറല്ല കിട്ടുന്നത്, ഫ്രാക്ഷനോ ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്തായിരിക്കില്ല, നമ്പർ ഓഫ് ടേംസ് ടേം അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ടേം ആണോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് n = xn - x1 d +1. അത് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 21 ഫോർത്ത് ക്വസ്റ്റ്യനാണ്. ആ ഫോർത്ത് ക്വസ്റ്റ്യൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഈസ് 101 ഈസ് എ ടേം ഓഫ് ദ സീക്വൻസ് 13, 24, 35, etc. വാട്ട് അബൌട്ട് 1001? ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അത് പഠിച്ചാൽ നമുക്ക് എല്ലാവിധ ക്വസ്റ്റ്യൻസും ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താണ് സീക്വൻസ്, എന്താ 13, 24, 35, etc. ഈ സീക്വൻസിൽ ടേം ആണോ എന്ന് ചോദിച്ചത് 101 ടേം ആണോ 1001 ടേം. അപ്പോൾ ടേം ആണോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഏതാണെന്ന് ചോദിച്ചാൽ കാണേണ്ട ഇക്വേഷൻ ഇതാണെന്ന് അറിയാം. അതിൽ ഫസ്റ്റ് ടേം എഴുതാം. അപ്പോൾ തന്നെ ഡി കണ്ടുപിടിക്കാം. 24 13 മൈനസ് ചെയ്ത് 11 എഴുതാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ, സീക്വൻസ് കിട്ടിയാൽ ആദ്യം സീക്വൻസ് എഴുതി വെക്കുക. ഫസ്റ്റ് ടേം എഴുതാം, ഡി എഴുതാം.
ഡി എഴുതിയതിന് ശേഷം നമ്മളോട് ക്വസ്റ്റ്യനിൽ ടേം ആണോ എന്നുള്ള ചോദ്യമായതുകൊണ്ട് നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് നമ്പർ ഓഫ് ടേംസ് ആണോ എന്നുള്ളത് ചോദിച്ചാൽ ആദ്യം ഫസ്റ്റ് 101. ആ 101 ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് നമുക്ക് അൺനോൺ ആണ്, nth ടേം ആയിട്ട് എടുക്കും. അപ്പോൾ nth ടേം കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ x1 ഉണ്ട് 13 ആണ്, ഡിയും നമ്മൾ കണ്ടുപിടിച്ചു 11 ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിലാണ് കൊടുക്കുക. നമ്പർ ഓഫ് ടേംസ് കാണാൻ ഇക്വേഷൻ n xn 101 ആണ് മൈനസ് x1 13 ബൈ ഡി എത്രയാ 11 പ്ലസ് 1 13 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും 88. കറക്റ്റ് ഡിവൈഡ് ചെയ്യുക ബൈ 11 പ്ലസ് 1. 88ൽ 11 എത്രയാ 8 ആണ്. 8 പ്ലസ് 1 എത്ര വരും 9 ടേംസ്. 9 ടേംസ്. അപ്പോൾ 9ാമത്തെ ടേം ആയിരിക്കും വരും. അടുത്തത് സെക്കൻഡ് 1001 ടേം ആണ്. അപ്പോൾ xn 1001 ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്പർ ഓഫ് ടേംസ് കാണാൻ ഇക്വേഷൻ xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 ആണ്. 1001 മൈനസ് ഫസ്റ്റ് ടേം എത്രയാ 13 ബൈ ഡി എത്രയാ 11 പ്ലസ് 1 മൈനസ് ചെയ്താൽ ഇത് വരും 988 ബൈ 11 പ്ലസ് 1. ചെയ്ത് നോക്കുക ശരിയല്ലേ? 8 3 11 1 10 110. ഓക്കെ. ഇനി ഇതിൽ കറക്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോകില്ല. ഡിവൈഡ് ചെയ്ത് നോക്കുക. 988ൽ 11 8 ആണെങ്കിൽ 88, 108ൽ 9 99, ബാലൻസ് 9 വന്നു. അപ്പോൾ പോയിന്റ് വരും. അപ്പോൾ അത് ഫ്രാക്ഷൻ വരുന്നതുകൊണ്ട് ഇതെന്തല്ല 89.8 സംതിങ് ആണ് വരിക പ്ലസ് 1. ഇങ്ങനെ വരുന്നതുകൊണ്ട് ഡെസിമൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 101 ഈസ് നോട്ട് എ ടേം. ദോ 101 ഈസ് എ ടേം. അങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ടേം ആണോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ടേംസിൽ ഫസ്റ്റ് സീക്വൻസ് തന്ന സീക്വൻസ് വെച്ചിട്ട് ഫസ്റ്റ് ടേം എഴുതുക, ഡി കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്പർ ഓഫ് ടേംസ് കാണാൻ ഇക്വേഷനിൽ കൊടുത്ത കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ ടേം ആണെന്നും, ഡിവൈഡ് ചെയ്ത് കറക്റ്റായിട്ട് 988 ബൈ 11ൽ കറക്റ്റായിട്ട് 11 ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതെന്തല്ല ടേം അല്ല എന്നും എഴുതി വയ്ക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻ്റ് ആയത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യനെല്ലാം നമ്പർ മാറാം, പാറ്റേൺ മാറാം, ഒക്കെ ചെയ്യാം. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് വരും. അതുകൊണ്ട് ഇത് ചെയ്ത് പഠിക്കുക. വെറുതെ ഒരു സീക്വൻസ് എടുക്കുക, എന്നിട്ട് സീക്വൻസിൽ ഒരു നമ്പർ എഴുതി ഇതേമാതിരി ടേമാണ് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ സ്വയം ചെയ്ത് പഠിക്കുക. ഓക്കെ.